മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. ഈ വീട്ടിൽ ഒരാളോട് നന്ദി പറയാനും ഒരാളോട് മാപ്പ് പറയാനുള്ള അവസരമാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആദില ഈ ടാസ്കിൽ നന്ദി പറയാൻ ആഗ്രഹിച്ചത് അനുമോളോടായിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും ചെറിയ വഴക്കിലൊക്കെ ആയിരുന്നു. എന്നിട്ടും ആദില സെലക്ട് ചെയ്തത് അനുമോളുടെ പേരാണ്. അപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ചിലപ്പോൾ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ചായിരിക്കും എന്നൊക്കെ കരുതുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആദിലയുടെ പ്രകടനമാണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. സത്യം പറഞ്ഞാൽ അനുമോളെ വലിച്ചു കീറി എന്ന് തന്നെ പറയാം. ആദില അനുമോളോട് നന്ദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ എപ്പോൾ അനുമോളുമായിട്ട് വഴക്കിട്ടാലും ഞാനും നൂറയുമാണ് അനുമോളുടെ പുറകെ പോകുന്നത്. പുറത്തും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ കുറച്ച് എഫേർട്ട് ഇടാറുണ്ട്. പിന്നീട് എനിക്ക് തോന്നി എന്തിനാണ് ഇങ്ങനെ പുറകെ പോകുന്നതെന്ന്. എന്തായാലും അനുമോള് ഇവിടെ നിന്നും എന്നെ ഒരു ലൈഫ് ലെസൺ പഠിപ്പിച്ചു. സെൽഫ് റെസ്പെക്റ്റ് കളയണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ഞാനിനി ആരുടെയും പുറകെ പോകില്ല. പിന്നെ അനുമോള് പഠിപ്പിച്ച വേറൊരു ലെസനാണ്, ഞാൻ ഈസി മാനിപ്പുലേറ്റഡ് ആകുന്ന വ്യക്തിയാണ്. എന്നെ അനുമോളും ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവ് എന്നിൽ കൊണ്ടുവന്നത് അനുമോളാണ്. അതിനും ഞാൻ അനുമോൾക്ക് നന്ദി പറയുന്നു എന്ന് ആദില പറയുന്നു. നമുക്ക് തെറ്റ് പറ്റിയാലും ഒരാൾ വന്ന് നമ്മളോട് ആ കാര്യം സംസാരിച്ചാൽ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. അതിന് നന്ദി. പിന്നെ ഗെയിമിന് വേണ്ടിയാണെങ്കിലും അഭിനയിച്ചു നിൽക്കാൻ പറ്റും എന്നെ പഠിപ്പിച്ചതും ആക്ടിങ് ഇത്ര സിമ്പിളാണെന്ന് എന്നെ പഠിപ്പിച്ചതും അനുമോളാണ്. ആദിലയുടെ ഈ തരത്തിലുള്ള താങ്ക്സ് അല്ലെങ്കിൽ നന്ദി പറച്ചിൽ കേട്ടതും എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാരണം എല്ലാവരും താങ്ക്സ് പറയുക എന്ന് ഉദ്ദേശിച്ചത് നല്ല പോസിറ്റീവ് രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ആദില ആ ഒരു വേദി ഉപയോഗിച്ചത് ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർക്കാനും ആ ദേഷ്യം പറഞ്ഞു തീർക്കാനുമാണ്. ആദില ഈ ഒരു ടാസ്ക് അതിനുവേണ്ടി ഉപയോഗിക്കുമെന്ന് ആരും കരുതിയില്ല. പിന്നീട് ആദില പറയുന്നത്, പുറത്ത് ഫേക്കായിട്ട് നിൽക്കുന്നവരോട് ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നിട്ട് ഫേക്കായിട്ട് നിൽക്കുന്നവരോടും ഇൻട്രാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ഫേക്കായിട്ട് നിൽക്കാനും എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. കാരണം അനുമോള് ഫേക്കാണ് എന്നാണ് ആദില ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. പിന്നെ അനുമോള് ഇവിടെ നിന്ന് തന്നെ പുറത്തു പോയാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പുറത്ത് ഇറങ്ങാൻ പറ്റും. നീ നിന്നെ തന്നെ വാല്യൂ ചെയ്യുക എന്ന് എന്നെ പഠിപ്പിച്ചതും അനുമോളാണ്. അനുമോൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഫ്രണ്ട്ഷിപ്പ് കളിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, ഗെയിം കളിക്കാനാണ് വന്നതെന്ന്. എന്നിട്ട് ഇന്നലെ ഞങ്ങളോട് മിണ്ടാൻ കാണിച്ച ആ മനസ്സ്, എൻ്റെ മോളെ എന്ന് ആദില പറയുന്നുണ്ട്. ആദിലയുടെ ഈ ഒരു ഡയലോഗും കൂടി കേൾക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. കാരണം റീ എൻട്രി നടത്തിയ ഭൂരിഭാഗം കണ്ടസ്റ്റൻറ്റുകളും അനുമോളെ ടാർഗറ്റ് ചെയ്തും അനുമോളെ കോർണർ ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദിലയ്ക്ക് ഇത്രയും കയ്യടി കിട്ടിയത്. എന്നിട്ട് ആദില പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ, ഇനി പറഞ്ഞാൽ ഇത് എസ്സേ ആയി പോകുമെന്ന്. അങ്ങനെ ഈ തരത്തിലാണ് ആദില അനുമോളോട് നന്ദി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ആദില പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളതെല്ലാം ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയും. എനിക്ക് 26 കണ്ടസ്റ്റൻറ്റുകളെയും ബോധിപ്പിക്കണം. എൻ്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെന്നൊക്കെ ആദില പറഞ്ഞിരുന്നു. എന്തായാലും ഈ മോർണിംഗ് ആക്ടിവിറ്റി അതിനുവേണ്ടി ആദില ഉപയോഗിച്ചിരിക്കുകയാണ്. അനുമോളെ വലിച്ചു കീറി എന്ന് തന്നെ പറയാം. ആദിലയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സംസാരം അവിടെയുള്ള ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു 100 പോലും ഇത്തരത്തിൽ ആദില സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദിലയുടെ സംസാരം കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.